പെട്ടെന്ന് ഒരു ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം നമുക്ക്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായി ചതച്ച് മാറ്റി വയ്ക്കുക. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതാണ്. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള അരിഞ്ഞ് വയ്ക്കുക. ക്യാരറ്റും ക്യാപ്സിക്കം സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞത്, സവാള മാത്രം നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മല്ലിയിലയും പുതിനയിലയും നന്നായി കഴുകി, കുറച്ചും കൂടി നന്നായി കഴുകി ഒന്നും കൂടി ഇതൊക്കെ പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് നമ്മൾ അരി കൈമ റൈസാണ്. കൈമ റൈസ് വേവിച്ച് മാറ്റി വയ്ക്കുക. നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെക്കണം കേട്ടോ റൈസ്. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു നാടൻ രുചി തന്നെയാണ് ഇതിനുള്ളത്. വെളിച്ചെണ്ണയിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചതച്ചതും മൂന്നും കൂടി നന്നായി വഴറ്റിയ ശേഷം സവാള വഴറ്റുക. അതിനുശേഷം ക്യാരറ്റ് വഴറ്റുക. ക്യാരറ്റിന് ഇത്തിരി വേവുള്ളതുകൊണ്ട് ഇത്തിരി സമയം കൂടുതൽ വഴറ്റേണ്ടി വരും. അതിനുശേഷം ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചെമ്മീനും കൂടി നന്നായി വഴറ്റുക. ചെമ്മീൻ ഒന്ന് മൊരിയുന്നവരെയും ഇട്ട് വഴറ്റണം. നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും വഴറ്റുക. ഇത് ക്യാപ്സിക്കത്തിന് വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഒന്നിനൊന്ന് തൊടാതെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കൈമ റൈസ് അതിടുക. പിന്നെ അതിലേക്ക് തരിതരിപ്പായി പൊടിച്ച കുരുമുളക് പൊടി ചേർക്കുക. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസ് എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, കാരണം ഇതിനകത്ത് നമ്മൾ സോസുകളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ നാടൻ രീതിക്ക് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും നമ്മൾ ചെമ്മീൻ വേവിക്കുമ്പോൾ ചേർക്കുന്ന മുളക് പൊടിയുടെയൊക്കെ എരിവുണ്ടാവും. പക്ഷേ എന്നാലും ഒരു ബാലൻസ്ഡായ എരിവ് പോവും. നല്ല സ്വാദുള്ളൊരു ഫ്രൈഡ് റൈസ്.